السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെയും മറ്റു പോഷക സംഘടനകളുടെയും കർമ്മോത്സകരായ പ്രവർത്തകർ, മഹത്തായ സമസ്തയുടെ നാൾവഴികളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയ സുഹൃത്ത് അലി റൈഹാൻ അല്പം ദിവസങ്ങൾ ഇതിൽ നിന്ന് വിട്ടായിട്ടുണ്ട്. അദ്ദേഹം പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ പോയതാണ്. അല്ലാഹു തആല അദ്ദേഹത്തെ ഉംറ മഖ്ബൂലും മബ്റൂറുമായി അല്ലാഹു മാറ്റുമാറാവട്ടെ. നമുക്കും മരിക്കുന്നതിന് മുമ്പ് ആ ശഫാഅക്കപ്പെട്ട മണ്ണിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റബീഇന്റെ വസന്തം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹത്തായ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികം നമ്മളിലേക്ക് കടന്നു വരികയാണ്. നാടുകളിലും ഗ്രാമാന്തരങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നാം സമസ്തയുടെ ശ്ലാഘനീയമായ ഗതകാല ചരിത്രങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരുപാട് സമ്മേളനങ്ങൾ നാം ചർച്ച ചെയ്തു. ഇനി നാം ചർച്ച ചെയ്യുന്നതായ സമ്മേളനം കക്കാട് സമ്മേളനമാണ്. 1961 ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിൽ കക്കാട് വെച്ച് സമസ്തയുടെ സമ്മേളനം 21-ാം സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. ഈ തീരുമാനമുണ്ടാകുന്നത് 24/12/1960 കോഴിക്കോട് മഹാനായ ബാഫക്കി തങ്ങളുടെ പാണ്ഡികശാലയുടെ മുകളിൽ വെച്ച് വൈസ് പ്രസിഡന്റ് ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ വെച്ച് ചേർന്ന മുഷാവറ യോഗമാണ് സമസ്തയുടെ 21-ാം സമ്മേളനവും വിദ്യാഭ്യാസ ബോർഡിന്റെ 2ാം സമ്മേളനവും നടത്താൻ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ ബോർഡിന്റെ 1ാം സമ്മേളനം 1959 വടകരയിൽ വെച്ച് ചേരുകയുണ്ടായി. തിരൂരങ്ങാടി സമീപത്തുള്ള കക്കാട് നടത്താൻ തീരുമാനിച്ച അതിനായി മഹാനായ തിരൂരങ്ങാട് സമീപത്തുള്ള കക്കാട് വെച്ച് ഈ 21-ാം സമ്മേളനം, സമസ്തയുടെ 21-ാം സമ്മേളനവും വിദ്യാഭ്യാസ ബോർഡിന്റെ 2ാം സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അതിനായി മഹാനായ സയ്യിദ് PMS പൂക്കോയ തങ്ങൾ, മഹാനായ PMS പൂക്കോയ തങ്ങൾ ചെയർമാനായിട്ടും, അതേപോലെ VT അബ്ദുള്ള കോയ തങ്ങൾ എടരിക്കോട് കൺവീനറുമായിട്ട് സ്വാഗതം രൂപീകരിച്ചു. അന്ന് സമസ്ത സുന്നി യുവജന സംഘത്തിന്റെ അന്ന് സംഘടനാ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മഹാനായ SMC തങ്ങൾ. ആ കാലത്ത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന് മാത്രമല്ല, മുഴുവൻ സമയങ്ങളും സംഘടനാ രംഗത്ത് തിളങ്ങുന്ന കാലമായിരുന്നു ജിഫ്രി തങ്ങൾ. സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറി ആയിരുന്ന ബി കുട്ടി ഹസൻ ഹാജിയും കൂടി ജിഫ്രി തങ്ങളുടെ നാട്ടിന്റെ പ്രസക്തി ബാഫക്കി തങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയെത്തി. മഹാനായ ജിഫ്രി തങ്ങൾ കക്കാടുകാരനാണ്. ജിഫ്രി തങ്ങളും കുട്ടി ഹസനും ഹാജിയും കൂടിയാണ് ബാഫക്കി തങ്ങൾക്ക് ഈ നാട്ടിന്റെ പ്രസക്തി പരിചയപ്പെടുത്തി കൊടുത്തത്. കാര്യവട്ട സമ്മേളനത്തിന് ശേഷം നടന്ന എല്ലാ സമ്മേളനങ്ങളും മഹാനായ ബാഫക്കി തങ്ങളായിരുന്നു അതിന്റെ ചുക്കാൻ പിടിച്ചത്. മഹാനായ ബാഫക്കി തങ്ങൾ അവസാനം ചുക്കാൻ പിടിച്ച സമ്മേളനമാണ് 1972 തിരുനാവായ സമ്മേളനം. അന്ന് അതായിരുന്നു മഹാനായ ബാഫക്കി തങ്ങളുടെ അവസാനത്തെ സമ്മേളനം. കക്കാട് മിഫ്താഹുൽ ഉലൂം മദ്രസക്ക് സമീപമുള്ള പുരാതന ക്ഷേത്രം. മിഫ്താഹുൽ ഉലൂം മദ്രസക്ക് സമീപമുള്ള പുരാതന ക്ഷേത്രം
ഉൾക്കൊള്ളുന്ന 7 ഏക്കർ വരുന്ന അമ്പലപ്പറമ്പിലാണ് സമസ്തയുടെ സമ്മേളനം നടന്നത്. ഈ മഹത്തായ സമ്മേളനം 21ാം സമ്മേളനം നടത്താൻ വേണ്ടി 7 ഏക്കറയോളം വരുന്ന ഭൂമിയെ അന്ന് അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗർ എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. ആ മഹത്തായ സമ്മേളനം ഇന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് 90ാം വാർഷികം നടക്കുന്നത്. അന്ന് 21ാം വാർഷികം നടക്കുമ്പോൾ ആ നഗറിന്റെ പേര് അബ്ദുള്ള മുസ്ലിയാർ എന്നായിരുന്നു. പാനായിക്കുളം അബ്ദുള്ള മുസ്ലിയാർ എന്നതായ നാമത്തിലായിരുന്നു ആ നഗർ അറിഞ്ഞത്. ആ പ്രസ്തുത സമ്മേളനത്തിന് വേണ്ടി സ്ഥലം വാങ്ങിയത്, ആ സ്ഥലം അന്നും ഇന്നും ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ അധീനതയിലാണ്. ആ സ്ഥലം സമ്മേളനത്തിന് വേണ്ടി അനുയോജ്യമാണെന്ന് കണ്ടെത്തിയ മർഹൂം പി കുട്ടി ഹസൻ ഹാജിയും അതേപോലെ എസ് തങ്ങളും കക്കാട്ടെ ഹിന്ദു സമുദായത്തിലെ നേതാക്കളായ അപ്പുനായറും അതേപോലെ കുട്ടിരാമൻ നായരും എന്നിവരെ സമീപിച്ചു. സമ്മേളനത്തിന് വേണ്ടി സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ സ്ഥലം അനുവദിക്കുകയും എന്ന് മാത്രമല്ല എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് വർഗീയത കേരളക്കരയിൽ ജാതീയതയുടെ പേരിൽ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന പലരും ഉണ്ടാകുമ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ടത്, മുമ്പ് കഴിഞ്ഞു പോയ ഹിന്ദുവും മുസ്ലിമുമുള്ള മൈത്രിയായിരുന്നു സമസ്തയുടെ 21ാം സമ്മേളനം വിളിക്കുന്നത്. കാരണം അന്ന് അമ്പലപ്പറമ്പിലെ നടന്നതായ സമ്മേളനം അത് അപ്പുനായറും അതേപോലെ തന്നെ കുട്ടിരാമൻ നായരും ഇവര് സന്തോഷപൂർവമായിരുന്നു അത് നൽകിയത്. അങ്ങനെ അവിടെ വെച്ചായിരുന്നു 1961 ഫെബ്രുവരി 7 രാവിലെ 7:30 മണിക്ക് സ്വാഗത സംഘ ചെയർമാൻ പതാക ഉയർത്തലോട് കൂടി സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി ദൈവന്ത് ദാറുൽ ഉലൂം പ്രിൻസിപ്പാൾ കാരി മുഹമ്മദ് തയ്യിബ്, വെല്ലൂര് ബാക്കിയാത്ത് പ്രിൻസിപ്പാൾ മൗലാന മുഹമ്മദ് അബൂബക്കർ ഹസ്രത്ത് എന്നിവരാണ് 9:30 മണിക്ക് പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇവർക്ക് രണ്ടാൾക്കും സ്വീകരണം നൽകി. ഇതായിരുന്നു ആദ്യത്തെ ദിവസത്തെ സമ്മേളനം. പിന്നെ 2ാം ദിവസം ഫെബ്രുവരി 8 നടന്ന സമ്മേളനം ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ആഴ്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന നമുക്ക് അല്ലാഹു ആഫിയത്തും ആയിരാരോഗ്യവും നൽകുമാറാവട്ടെ എന്ന ദുആയോട് കൂടി ഈ വിനീതന് വേണ്ടി ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.